Next topic is hazard and operability study. HAZOP, HAZOP. Important topic ആണ്. എക്സാമിന് essay question ആയിട്ട് ചോദിക്കുന്ന പാർട്ടുമാണ്. ഇതൊരു സിസ്റ്റമാറ്റിക് അസസ്മെന്റ് ടൂളാണ് HAZOP എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഹസാർഡ്, അതായത് ഐഡന്റിഫൈ ആൻഡ് അഡ്രസ് പൊട്ടൻഷ്യൽ ഹസാർഡ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ് ആണ്. ഇൻസിഡന്റ് ഒക്കർ ചെയ്യും, പക്ഷെ അത് എത്രത്തോളം സേഫ്റ്റി എഫക്ട് പീപ്പിൾസിനെ അല്ലെങ്കിൽ ആ പ്രൊഡക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അസസ്മെന്റ് ടൂളാണ് HAZOP എന്ന് പറയുന്നത്. It is typically performed new facility are being designed and constructed, when a new process are added or when a process is changed. Most regularly, agencies also require periodic HAZOP studies on existing process. Here, the HAZOP assessment is typically performed by small team that break each step of a process down for individual review to identify potential deviation from the original process design, like preliminary hazard analysis. HAZOP go beyond review of how process is supposed to operate or identify unintended outcomes to explore potential ripples. Here, നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ടൂൾ അത്രയും നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്താൽ മതി. സോ ഈ അസസ്മെന്റ് ടൂൾ, അതായത് ഈ HAZOP എന്ന് പറയുന്നതിൻ്റെ പ്രോസസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഫൈൻഡ് പൊട്ടൻഷ്യൽ സിറ്റുവേഷൻ അല്ലെ, ദാറ്റ് വുഡ് ബി കോസ് ടു എലമെന്റ് ടു പോസ് ടു ഹസാർഡ് ഓർ ലിമിറ്റ് ദ ഓപ്പറബിലിറ്റി. സോ ഇത് 4 സ്റ്റെപ്പിലൂടെയാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഫോമിങ് എ HAZOP ടീം. Second one is identifying the elements of the system and considering the possible variation operating parameters. And the last one is identifying any hazard or failure point. ആദ്യം നമ്മളതൊരു HAZOP ടീം ഫോം ചെയ്യും. HAZOP ടീം ഫോം ചെയ്യുക എന്ന് പറയുന്നത് ഓപ്പറേഷൻസ്, മെയിൻ്റെനൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, എൻജിനീയറിംഗ്, ഡിസൈൻ, ഏത് രീതിയിലാണോ അതിൻ്റെ ടീം ഉള്ളത്, ഏതൊക്കെ ആൾക്കാരാണോ ആ ഒരു ടീമിന് വേണ്ടത്, ആ ഒരു ടീം രൂപീകരിക്കും. ദെൻ അതിലുള്ള എലമെൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ അതിലുള്ള വേരിയസ് പാരാമീറ്റേഴ്സ് ഐഡൻറ്റിഫൈ ദ ഹസാർഡ്സ്, ഫെയിലിയർ പോയിന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫോം HAZOP team. Workers is formed, including the people with a variety of expertise such as operations, maintenance, instrumentation, engineering or process, design, and other specialists as needed. These should not be newbies, but people with the experience, knowledge, and understanding of the part of the system. The key requirements are the understanding of the system and willingness to consider reasonable variation to each point of system. So, ഇവരെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ടീം രൂപീകരിക്കും. Then the second step is identify each element and its parameters. So നമുക്കൊരു വർക്ക് പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യണം അല്ലെ, പ്രോസസ്സിങ് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം, ഇൻഡിവിജ്വൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ ടിപ്പിക്കലി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെന്റ് ഡയഗ്രാം, plan model, gate for examining every section, component process, ഇങ്ങനെയുള്ള ഓരോ പാരാമീറ്റേഴ്സും ആ പാരാമീറ്റേഴ്സിലുള്ള ഓരോ എലമെൻറ്റ്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ദ തേർഡ് വൺ ഈസ് കൺസിഡർ ദ എഫക്റ്റ് ഓഫ് വേരിയേഷൻ. ഈ നേരിൽ പറഞ്ഞിട്ടുള്ള ഓരോ പാരാമീറ്റേഴ്സും ഏതൊക്കെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഡീവിയേഷൻ ഉണ്ടാവുമോ? What would happen if pressure at this valve was too high? ഹൈ ആകുന്ന സമയത്ത് അവിടെ ആ എക്യുപ്മെൻറ്റിൽ എന്തുണ്ടാവും? ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചേഞ്ചസുകൾ വരും അല്ലേ. അങ്ങനെയുള്ള ഓരോ പാരാമീറ്റേഴ്സിൻ്റെ വേരിയേഷനും നമ്മൾ നോട്ട് ചെയ്യണം. ദെൻ ദ ഫോർത്ത് വൺ ഈസ് ഐഡൻറ്റിഫൈ ഹസാർഡ് ആൻഡ് ഫെയിലിയർ പോയിന്റ്. ഏതെവിടെയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലം, അത് നോട്ട് ചെയ്ത് അവിടെയുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് കോൺസേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം.
അതാണ് ഐഡന്റിഫൈ ഹസാർഡ്സ് ആൻഡ് ഫെയിലിയർ പോയിന്റ്. നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് ദ റിസൾട്ട് ഓഫ് HAZOP സ്റ്റഡി. ഇങ്ങനെ നമ്മൾ അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പുതിയ വർക്കിലേക്ക് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എത്രത്തോളം എക്സിസ്റ്റിംഗ് പ്ലാനിനെ അസസ് ചെയ്യും എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു പുതിയ പ്രോസസ് ആണെങ്കിൽ completing the study means that potentially cause of failure will be identified. ഒരു പുതിയ സ്റ്റഡി ആണെങ്കിൽ അവിടെ വരുന്ന ഫെയിലിയറിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ എക്സിസ്റ്റിങ്ങോ ഓൺഗോയിങ്ങോ ആയിട്ടുള്ള വർക്കാണെങ്കിൽ അതിന് സ്പെസിഫിക് എൻഡ് ഡേറ്റ് ഇല്ലെങ്കിൽ അത് സിംഗിൾ ഓർ ലാർജ് അസസ്മെന്റ് ഓർ ദ സ്റ്റഡി റിസൾട്ട് വിൽ ബി റിലീസ്ഡ് ആസ് സ്ട്രീം ആക്ഷൻ ഐറ്റം. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല, പക്ഷേ പെട്ടെന്നല്ലെങ്കിലും ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കാം എന്നാണ് ഈ HAZOP അനാലിസിസ് വഴി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. Then the next topic is control of chemical hazards. Chemical hazards in the control. അതായത് chemical hazards is any substances regardless of its form that can potentially cause physical and health hazard to people or can result in harm to environment. It's also defined as the actual risk associated with a specific chemical such as skin burns, long-term negative impact to health, lasting environmental damage, fires, exposure. അതായത് കെമിക്കലി ആക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടും നമുക്ക് എന്തുണ്ടാവാം, കെമിക്കൽ ഹസാർഡ്സ് ഫോം ചെയ്യാം. ഫ്ലെയിം ആവുന്ന സമയത്ത് കൊറോഷൻ വരുമ്പം എൻവയോൺമെന്റലി സ്കൽ ക്രോസ് ബോൺസ് ഉണ്ടാവാം, ഫ്ലെയിം സർക്കിൾസ് ഉണ്ടാവാം, എക്സ്പ്ലോസീവ് ഡോംബ് ഉണ്ടാവാം. സോ കെമിക്കൽ ഹസാർഡ്സും ഒരു കാരണമാണ്. ഹെൽത്ത് ഹസാർഡ്സ് ആണ്, ഫ്ലാമബിൾ ആണ്, ഇറിറ്റന്റ് ഹസാർഡ്സ് ആണ്, ഓസോൺ ലെയറിനൊക്കെ ഡിപ്ലീഷൻ ചെയ്യാനൊക്കെ റീസണബിൾ ആണ്, ഗ്യാസ് അണ്ടർ പ്രഷേഴ്സ് ആണ്, കൊറോസീവ് ആണ്, എക്സ്പ്ലോസീവ് ആണ്, ഓക്സിഡൈസേഴ്സ് ആണ്, ഹസാർഡസ് ഇൻ ദ എൻവയോൺമെന്റ് ആണ്, ടോക്സിക് ആണ്. സോ ഇങ്ങനെയുള്ള കുറച്ച് അപകട കാര്യങ്ങളുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ആൻഡ് ഇങ്ങനെയുള്ള ഹസാർഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വൺ ഈസ് എലിമിനേഷൻ, ഓപ്ഷൻ വിച്ച് റിഡ് ഓഫ് ദ ഹസാർഡ് ഓൾ ടുഗദർ. പെട്ടെന്ന് രൂപീകരിക്കപ്പെടാത്തതിനെ നമ്മൾ ഓൾ ടുഗദർ ആയി ചെയ്യുന്നു. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ, റിപ്ലേസിംഗ് ഹസാർഡ്സ് വിത്ത് കെമിക്കൽ വിത്ത് ലെസ് ഹസാർഡസ് vulnerable possible. തേർഡ് വൺ ഈസ് എഞ്ചിനീയറിംഗ് കൺട്രോൾ, ഫ്യൂംസ്, ഹൂഡ്സ്, ലോക്കൽ എക്സോസ്റ്റ് വെന്റിലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഞ്ചിനീയറിംഗ്, അതായത് വെന്റിലേഷൻ കൊടുക്കുക പ്രോപ്പറായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, എക്സോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. Then administrative control, standards operating procedures. SOP വെച്ചാൽ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓർഡറിനനുസരിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, ലാബ് കോട്ട്, സേഫ്റ്റി ക്ലാസ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി പ്രൊവൈഡ് ചെയ്യാം. PPE കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും. Then hazardous properties of chemicals. കെമിക്കൽസിൻ്റെ hazardous properties നിങ്ങൾ വായിച്ചു നോക്കുക. ടോക്സിക് ആയിരിക്കും, അതേപോലെ എക്സ്പ്ലോസീവ് ആയിരിക്കും, ഫ്ലാമബിൾ ആയിരിക്കും, സെൽഫ് റിയാക്റ്റീവ് ആയിരിക്കും. വായിച്ചിട്ട് നിങ്ങളൊരായ രീതിയിൽ നിങ്ങൾ എഴുതുക കേട്ടോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, MSDS. ഇതൊരു ഡോക്യുമെൻ്റ് ആണ്. It contains the information of the potential hazards and how to work safely with the chemical product. Potential hazards in the health, fire reactivity, environmental reactivity, ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതും അതേപോലെ അത് ഉണ്ടാക്കുന്ന വർക്കിൻ്റെ സേഫ്റ്റി എത്രത്തോളം ഉണ്ടെന്നും അവിടെ വരുന്ന കെമിക്കൽ പ്രൊഡക്റ്റ് എന്താണെന്നും മെൻഷൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു സ്റ്റാർട്ടിംഗ് എ പോയിന്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കംപ്ലീറ്റിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രോഗ്രാം. It also contains the information of use, storage, handling and emergency procedures all related to hazard of materials. Here, it contains much more information about material than the label. Label ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റേഷൻ ആണ്. ഒരു മെറ്റീരിയൽ എടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് എവിടെ കിട്ടും, MSDSൽ കിട്ടും.
ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഈസ് ടു ആക്ട് അക്യൂട്ട് റെഫറൻസ് ഓഫ് സേഫ്റ്റി സ്റ്റോറിങ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിങ് കെമിക്കൽ പ്രൊഡക്റ്റ്. ഒരു കെമിക്കൽ പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യുമ്പം, ഹാൻഡിൽ ചെയ്യുമ്പം, ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം ഈ ഒരു ഡാറ്റ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്കത് സേഫ്റ്റി ആക്കി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡോക്യുമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യിക്കുന്നത്. ഇങ്ങനെ സ്പെസിഫിക് കണ്ടൻസ് ഓഫ് ഡോക്യുമെന്റ് vary depending on the nature of the substance and manufacturer. It however typically include product information, product identify, name എന്താണ്, manufacturer ആരാണ്, supplier name എന്താണ്, address, emergency phone number, hazardous ingredient, physical data, fire and explosion hazard data, reactivity data, chemical എവിടെ റിയാക്ട് ചെയ്യും, toxicological properties, health effect ചെയ്യുന്നുണ്ടോ, പ്രിവെൻറ്റീവ് മെഷർ, ഫസ്റ്റ് എയ്ഡ് മെഷർ, പ്രിപ്പറേഷൻ ഇൻഫർമേഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്.